അപ്പോൾ ഗായ്സ് ലോഡായില്ലേ, ലോഡായി ജസ്റ്റ് ഐസ്ക്രീം വരത്തില്ലേ, അപ്പോഴാണ് ശരിക്കും ലോഡാണ്. എന്തേലാട്ടെ, നമ്മളിന്ന് ഡ്രാഗൺ ടാലൻ്റ് എടുക്കാനാണ് നോക്കണം. ബെസ്റ്റ് ഫൈറ്റിംഗ് സ്റ്റൈൽ ഇൻ ദ ഹോൾ ഗെയിം. ഗോഡ് പോലും ഇല്ല. പക്ഷെ എനിക്ക് തോന്നണ അല്ല, ഡ്രാഗൺ ടാലൻ്റ് ഏറ്റവും നല്ലത് തന്നെ. പക്ഷേ PvPക്ക് ചെറുതായിട്ട് ഡൗൺ ഗ്രേഡറാണ്. എന്നുവെച്ചാൽ ഗോഡ് ഹ്യൂമൻ സ്റ്റണ്ട് ചെയ്യത്തില്ലേ, സ്റ്റണ്ട് ചെയ്യണ ഫൈറ്റിംഗ് സ്റ്റൈൽസാണ് ബെസ്റ്റ്. ഐസും ഗോഡ് ഹ്യൂമനും സോൾ ഗിറ്റാറും CDKയും സ്കൈ ക്യാമ്പ് ചെയ്യാത്തവന്മാർ ചത്ത്. ഫ്ലൈറ്റ് ഉപയോഗിച്ചതിൽ ഫ്ലൈയിങ് എന്ന് പറയണം. അപ്പം ഇന്നലെ കഴിഞ്ഞ വീഡിയോ അറിയാലോ, നമ്മൾ റേസ് V3 ഒക്കെ എടുത്ത് ഭയങ്കര വലിയ ബിഗ് ബോയ് വിങ്സ് ഒക്കെ എടുത്തതാ. ഈ വഴി കൂടെ പോകണ്ട, ഞാൻ ഹാർഡ് വഴി കൂടെ പോകാൻ നോക്കണില്ല. നിൽക്ക്, ഇലക്ട്രിക് ഞാൻ 400 മാത്രം. ഫസ്റ്റ് ഞാൻ ഇലക്ട്രിക്കിൻ്റെ മറ്റേ ക്വസ്റ്റ് ഇല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്, അതറിയാലോ നമുക്കൊന്ന് ഫാസ്റ്റിൽ ചെയ്യാമെന്ന്. 2 റോക്കറ്റ് ഫ്രൂട്ട് കിടക്കണം, എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്. ചേടാ, എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ഹോം പോയിൻറ്റ്സ് സെറ്റ് ചെയ്യാം. 2 എണ്ണം ഉണ്ടെന്ന് കാണിക്കും. എൻ്റെ സ്റ്റോറേജ് ഇല്ല. ഡ്രോപ്പ് ഹെവിലി ബ്ലഡാ, അതായിരുന്നു അതിൻ്റെ പേര്. നമുക്കെന്നാലും ഗണ്ണ് വേണ്ട, അവനെന്തായാലും PvPയില്ല. എന്നെ കൊന്നോടാ, എനിക്ക് ബൗണ്ടറി വേണ്ട. ഏഞ്ചൽ ബിഫോർ ബൗണ്ടറി 100, അതെല്ലാവർക്കും അറിയാം. ഏഞ്ചൽ ബിഫോർ എനിക്കറിയാടാ, നീ എന്നെ കൊല്ലാൻ പോണാണ്. എന്നെ കൊന്നോ, ഞാൻ നിന്നുതരാം. എന്നെ കൊന്നോ. നല്ല കുട്ടിയായിരുന്നു. കുട്ടൻ എന്തേലും ആട്ടെ, കൊന്നോടാ നീ. ആ ജീവനെന്താ, നീ എന്നെ കൊന്നോ, ഞാൻ നിന്നുതരാം. ഞാൻ ട്രൈ പോലും ചെയ്യാൻ പോലുള്ള. എന്നെ ബൗണ്ടറി പോയിക്കോട്ടെ കൈ, ഞാൻ ട്രൈ ചെയ്യണ പോലുമില്ല. നിനക്ക് ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടാം. പോയോ? മണ്ടം വിചാരിച്ച്. ഓക്കെ, നമ്മുടെ PvP ഓഫായി. ഇനി ഏത് തേങ്ങ വന്നാലും എനിക്ക് കുഴപ്പമില്ല. അടിക്കാൻ ഇനി ഡാഷ് അടിച്ചു പോകണമെന്ന് പറഞ്ഞാൽ വിചാരിച്ചിരുന്നോ നടക്കുന്നു? ലോകുമ്പോ എവിടെ മണ്ടം വിചാരിച്ചേക്കട. ഈ കൊന്ന ഇവന്മാര് എൻ്റെ മുന്നിൽ ഈ കള്ളച്ചെറുക്കന മല കിടക്കണം ലോക്മാൻ. എനിക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. ലോക്മാനെ ഇവനെൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യാനാണ് തോന്നുന്നത്. ഈ ഇലക്ട്രിക് ക്ലോ എന്ന് പറയാനാണ് ഈ ക്ലോന്ന്. ഓക്കെ, അവനടുത്ത് സംസാരിക്കണം.
എന്ത് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ അടുത്ത് എന്തായാലും ഒന്നും കൂടെ സംസാരിക്കണം. എന്നാൽ പിന്നെ റെഡി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡ്രാഗൺ ഡാലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഡ്രാഗൺ ഡാലിനെ ഒപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്. നമുക്കിപ്പോൾ കിട്ടിയേക്കണ എല്ലാ ഫൈറ്റിംഗ് സ്റ്റൈലും ഞാൻ കാണിച്ചു തരാം. സൂപ്പർ ഹ്യൂമൻ്റെ അടുത്തോട്ട് പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് തന്നെ പൈസ കളയണ്ട. എനിക്ക് ഡ്രാഗൺ ടാലൻ്റ് എടുക്കാനുള്ള. അയ്യോ, കഷ്ടപ്പെട്ട് ഇത്ര പൈസ ഉണ്ടാക്കിയത് വെറുതെ. അയ്യോ, എനിക്കിപ്പോൾ വാങ്ങിക്കാം. എനിക്ക് വേണ്ട. അവൻ്റെ അടുത്ത് വെറുതെ സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വേണം. ഏതായി ഫിഷർമാൻ ക്യാപ്റ്റൻ്റെ അടുത്ത് ഞാൻ നോക്കണം. മറ്റേ ഇവിടെ പോകാനാ. നമ്മളിനി ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിനെന്താ സ്പാം ചെയ്യുവാണ്. ഇവന്മാർക്ക് എന്ത് വട്ടാ. ഇത് സമ്മൺ സ്പോൺ ലെറ്റർ. ഐ ആം ഗോൾ. എന്നൊക്കെ വർത്താനം. ഇപ്പം ഞാനൊരു പുതിയ ടെക്നിക്ക് കണ്ടു. സേബറിൻ്റെ ഇത് ഇലക്ട്രിക് ടാക്കല്. അത് കഴിഞ്ഞിട്ട് ഇത് നടക്കണതിന് ഫസ്റ്റ് നമുക്കൊന്ന് വേറെ പൈസ പൊളിയാ ട്രാവലിംഗ്. ട്രാവലിംഗ് കാരണം രംഗോക്ക് പൊളിയാ. എനിക്ക് ഗണ്ണ് വേണ്ട. ഓക്കെ. അയ്യോ, എവിടെ ഓക്കെ. ഫസ്റ്റ് നമുക്ക് ഫയർ ഉപയോഗിക്കാം. ഇലക്ട്രിക് ടാക്കൽ ബുദ്ധ എക്സ്പ്ലോഷനല്ല. ഡിപ്ലിറ്റേഷൻ ഡാഷ്. അതിന് ഡാഷ് അടിക്കണം. വേണ്ട, ബുദ്ധ ലീപ്പ് അടിച്ചാൽ മതി. വേണ്ട, പറഞ്ഞത് ഞാനിപ്പോൾ ഈ ബുദ്ധ എക്സ്പ്ലോഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചാർജ് കഴിഞ്ഞത്. ഇന്നും കൂടെ ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് പോവാം. ഷെയർ റോക്കറ്റ് എടുക്കാമായിരുന്നു. അത് നമുക്ക് മറ്റേ ഗ്ലിച്ച് ഉപയോഗിക്കാമായിരുന്നു. ബുദ്ധ ഗ്ലിച്ച്. PFT അല്ല PFF സ്വിച്ച് എവിയോൺ ക്യാൻ ജോയിൻ. അമ്മമാരെന്തൊക്കെ തേങ്ങയാണ് പറയണ. അല്ല, ഞാനെന്തൊക്കെ തേങ്ങ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ആരാണ്ട് മുട്ടിച്ച്. എനിക്ക് കണ്ണൊന്നും വേണ്ടേ. ഞാൻ കേക്കിനെ കൊല്ലാനെടുത്തതാ ക്യാന്. ഓക്കെ. ഡാർക്ക് സ്റ്റെപ്പ് 400 അതെനിക്ക് ഉറപ്പാ. എല്ലാം നോക്കാം. സൂപ്പർ ഹ്യൂമൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കണ പോലുമില്ല. ഞാൻ വേഗം ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങ് പോകും. ഓക്കെ, എല്ലാം ഒന്നും നമുക്ക് ടെസ്റ്റ്. ഓക്കെ, ഷോക്കേസ് ചെയ്യാം. ഇതാണ് ഡാർക്ക് സ്റ്റെപ്പ്. എംബണ് ഇങ്ങനെ 3 4 1 2 3 4 4 കഴിഞ്ഞിട്ട് ചെറിയൊരു ഉണ്ടാവും. ഫസ്റ്റത്തെ മൂവാണ് ഫ്ലൈയിങ് കിക്ക്. അത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എവിടെയെങ്കിലും കഴിഞ്ഞു. ഇതാണ് നമ്മൾ നീങ്ങണേൻ്റെ മൂവ്മെൻറ്റ് എബിലിറ്റി. നമ്മളിങ്ങനെ ഭയങ്കര ഫാസ്റ്റിൽ ഇങ്ങനെ പോയി വീഴും. അങ്ങനെ ഡാമേജും കൊടുക്കും. കോമ്പോയിൻ്റെ സെറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് ഡാൻസ് ഉണ്ട്. കാലിങ്ങനെ അടിക്കും. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ബുദ്ധയും വെച്ച് കാമ്പ് ചെയ്യാൻ പറ്റാത്തതാണ് ബരാജ്. ഇത് വിൻട്രത്മിലെങ്കിലും അല്ല. ഓവർ ഹിറ്റ് ലോഡാട്ടെ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കണില്ല ഞാൻ. ഓക്കെ, അടുത്ത ഞാൻ എടുക്കാൻ പോണ വാട്ടർ കുംഫു. ഓക്കെ, അപ്പോൾ ഗൈസ് ഓവർ ഹിറ്റ് ലോഡാട്ടെ. ഓവർ ഹിറ്റ് നമ്മുടെ ഇത് കൂട്ടും, ഡാമേജ് കൂട്ടും. പിന്നെ ലാസ്റ്റത്തെ സെക്കൻഡിൽ ഇത് വരെ പറ്റിക്കാൻ നല്ല മതി. അടുത്ത് ഫ്ലൈങ് കിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും അടിക്കട്ടെ. ഇങ്ങനെ കുറച്ചും കൂടെ ഡാമേജ് കൊടുക്കും. പിന്നെ കുറച്ചും കൂടെ
നോക്കാം. ബ്രേക്ക് ഡാൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റേഞ്ച് ഉണ്ടായിരിക്കും. പരാഗ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല. ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാം. വാട്ടർ കോൺഫോം നോക്കാം. ഡാർക്ക് സ്റ്റെപ്പ് 400 ഇപ്പോഴും എൻ്റെ കാലിൽ ഇതുണ്ടാ. ഓക്കെ, വാട്ടർ കോൺഫിഡൻറ്റ് M1 ഒരിക്കലും നിൽക്കത്തില്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സെങ്ക്യുനാർട്ടോ അല്ലേ. ഓക്കെ, ഫസ്റ്റത്തെ ഇതിനകത്ത് ഇങ്ങനെ ഡാർക്ക് സ്റ്റെപ്പിന് ഇപ്പോൾ ഒരു ഓവർ ഹീറ്റ് ഒന്നും വെയിറ്റ് ഉണ്ടാവും. സ്റ്റീം ചാർജ് ഒരു ഇടിയാണ് വെച്ച് കൊടുക്കും. എന്നിട്ട് ഡെഡ്ലി ഷവർ താഴത്തോട്ട് കുറച്ച് വെള്ളം ഇടും, അത് ഡാമേജ് കൊടുക്കും. അതിനിട്ട് ഹെവിലി വാട്ടർ പഞ്ച്. ഇതാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് എബിലിറ്റി. കണ്ടോ, നീങ്ങി അങ്ങ് ഒറ്റ അടി അങ്ങ് അടിക്കും. ഹെവിലി വാട്ടർ പഞ്ച് എന്ന് പറയാനോ അല്ല സാധനം. ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ വേഗം സ്പാം ക്ലിക്ക് ചെയ്യണം, നിങ്ങൾക്കറിയാം. ഓക്കെ, ഡ്രാഗൺ ബ്രത്തിൻ്റെ ഇതുണ്ട്. ഡ്രാഗൺ റഷാണ് മൂവ്മെൻ്റ് എബിലിറ്റി. അടിച്ചാൽ നമ്മളിങ്ങനെ നീങ്ങി നീങ്ങി അടിച്ചോണ്ടിരിക്കും 2 പ്രാവശ്യം. അതെൻ്റെ ഡ്രാഗൺ ഫ്ലെയിംസ്. ചുറ്റിലും ഇങ്ങനെ ഒരു ഡ്രാഗൻ വരും. ഡ്രാഗൺ എക്സ്പ്ലോഷൻ ഇതാണ് ഏറ്റവും പൊട്ടബിലിറ്റി. താഴത്തോട്ട് ഒറ്റ പക്ഷെ നല്ല ഡാമേജ്. നമുക്ക് ഈക്ലോ കാണിച്ചു തരാം. ഈക്ലോയല്ല, ഇത് വെറുതെ കുറച്ച് 1 2 3 4 5 എടുത്തിട്ട് 1 സെക്കൻഡ് കൂടുതൽ ചൊമ്പ് പൊട്ടബിലിറ്റി തന്നെ. പിന്നെ ഏറ്റവും ബെസ്റ്റ് എബിലിറ്റി. അവർ ഇടക്കൊക്കെ സ്റ്റാൻഡാവും, രക്ഷപ്പെടാം ഫ്ലാഷ് സ്റ്റെപ്പ് ഉപയോഗിച്ചാൽ. അത് കാരണം നിങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഡാമേജ് എടുത്തുകൊണ്ടിരിക്കാൻ. ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ഇത് കിട്ടും, ചിലപ്പോൾ ഫ്ലാഷ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ ഷോക്കേസ് ചെയ്തതല്ലേ, അത് കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. 12 വാട്ടർ പമ്പ് മൂവ്മെൻ്റ് എബിലിറ്റി. ഇത് നമ്മൾ ആൾക്കാരെ എടുക്കും, ഇങ്ങനെ ആൾക്കാരെ വെച്ചോട്ടിട്ടാൽ അവരെടുത്തിട്ട് സ്ലാം ചെയ്യും. സ്പെഷ്യൽ അത് മറ്റൊരു ഷാർക്ക് വരും. ഹോൾഡബിൾ അല്ല, നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യാം ഷാർക്കിനെ. ഡ്രാഗൺ ടാലൻറ്റിൻ്റെ ഡ്രാഗൺ പോലെ അതുപോയി ഇടിക്കും അവരെ. എന്നിട്ട് അവർ പൊക്കത്തോട്ട് ബബിളിലോട്ട് പോയി പൊട്ടിത്തെറിക്കും. എന്നിട്ട് ഗ്രേറ്റ് സീ സ്പിയർ ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ഇടിച്ചുകൊണ്ടിരിക്കും കുറേ പ്രാവശ്യം, പരാജ് പോലെ. ഇങ്ങനെ ഏതൊക്കെ ഫൈറ്റിംഗ് സ്റ്റൈൽ എൻ്റെ ഉണ്ട്. എനിക്കിത് വാങ്ങിക്കാം ഇപ്പം, പക്ഷെ ഞാൻ വാങ്ങിക്കത്തില്ല. ബൈ യു ദ റീഫോർമഡ്. ഇവിടെ അത്രയ്ക്ക് ഫൈറ്റിംഗ് സ്റ്റൈൽ ഇല്ലെന്ന്. ഞാൻ ഷാർക്ക് മാൻ ഉപയോഗിക്കാൻ പോണം. അപ്പം 12 മിനിറ്റ് ഉണ്ട്, ഇതുവരെ ഒരു ഫോൺ പോലും ഒപ്പിച്ചില്ലെന്നും പറഞ്ഞ ബോറടിപ്പിക്കും ഞാൻ നിങ്ങളെ. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എത്തോട്ടെ കേക്ക് ഐലൻഡിൽ. അയ്യോ, കേക്ക് ഐലൻഡിലല്ല പോണ്ട, ഹോണ്ടഡ് ഷിപ്പ് എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. ഇതിൽ നേരെ പോകുമ്പോഴല്ലേ. അപ്പം നമ്മുടെ ഇത് നമുക്കിങ്ങനെ പറക്കാം, അതാണ് എനിക്കിഷ്ടം. എല്ലാ മൂവ്മെൻ്റ് എബിലിറ്റി ഉപയോഗിക്കണം, അതുകൊണ്ട് ഡാഷിങ് സ്പാം ചെയ്യണം. ലാസ്റ്റത്തെ വെപ്പൺ സ്വിച്ച് ചെയ്യേണ്ട വീണു ഫസ്റ്റത്തെ ഇത് യൂസ് ചെയ്തപ്പോൾ. അതങ്ങനെ തന്നെ വെച്ചാൽ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ കൂൾഡൗൺ തീർന്നെന്ന് പറയാൻ പറ്റും. അതെ, ഈ ക്ലോ എന്ന് വിചാരിച്ചു. ക്ലോ എല്ലാം എന്നോടത് പറയാം. ഷാർക്ക് മാൻ കറാട്ടയിൽ M1 ചെയ്തുകൊണ്ടിരുന്ന നമ്മളിങ്ങനെ പോകും. അതും എനിക്കിഷ്ടം. എന്തിയോടാ ഹോണ്ടഡ് ഷിപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഗ്രൈൻഡ് ചെയ്ത സ്ഥലം പോലെ എനിക്ക് ഏതാണ്ട് അതെ, ഇവൻ്റെ യൂസറിനെ മാത്രം കൊണ്ട് അത് TK ഐലൻഡാ. ഗ്യാസ്. അയ്യോ, ഡ്രാഗൺ ടാലൻ്റ്. എനിക്ക് ഡ്രാഗൺ ടാലൻ്റ് കാണുമ്പോൾ എന്തോരാന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രാഗൺ ടാലൻ്റ് കൊണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം അടക്കണം ഷിപ്പ ക്യാസൽ എന്തേലും ആട്ടെ. സ്പാം ചെയ്യുന്നുണ്ട്, ഡാഷിങ് സ്പാം ചെയ്യാം. നല്ല പണിയാട്ടോ ഇവിടെ. സമ്മൺ ബിൽഡ് ബ്രോ.
Anyone wanna do road for final? എന്തൊക്കെയായിരുന്നു പറയണ നമ്മൾ കാസലോന്തസി ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് എത്തും. ഇങ്ങനെ ഡാഷ് അടിച്ച് അതിൻ്റെ 12 വാട്ടർ പമ്പ് ഉപയോഗിക്കും. അതിനിട്ട് നമ്മളിങ്ങനെ ഡീമൺ ഫ്ലയർ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇത് ഉപയോഗിക്കും. അതിൻ്റെ ഇത് ഉപയോഗിക്കും. നമ്മളിങ്ങനെ 100 കാസറ്റ് വരുമ്പോൾ റീസ്പോൺ അങ്ങ് അടിക്കും. എന്നിട്ട് നമ്മളങ്ങ് ചത്തുപോകും. അത്രേ ഉള്ളൂ. അജ്ജേ കൺട്രോൾ ഷോക്കാര്. അപ്പം നമ്മൾ ബോൺസ് എത്ര ബോൺസ് ഉണ്ട്? സ്റ്റാഷിൽ പോകാം, ബോണസ് മേടിക്കാം. 100 ബോൺസ് ഉണ്ട്. ഇപ്പോൾ പോയി റോൾ ചെയ്ത് തരാമെങ്കിൽ 2 എണ്ണം. വേണ്ട റോൾ ചെയ്യുന്ന മുമ്പ് ഇതിപ്പോൾ ഊസാത്ത് ഇവിടെ അല്ലല്ലോ. മൈ ഫേവറേറ്റ് ആയിരുന്നു ഊസാത്ത് ഇവിടെ അല്ല. അവൻ എവിടാണ്ടും പോയി. ഡ്രാഗൺ ഡോജോലുണ്ട്. ഒരു ഗ്രൂപ്പ് ചെയ്യണ്ട എങ്ങനെ ഓടണേ നല്ലത്. എനിക്ക് തോന്നുന്നു ഞാൻ ഓട്ടോ ക്ലിക്കർ ഇടുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഓട്ടോ ക്ലിക്കർ ഇല്ലല്ലോ. ഇപ്പം തന്നെ 4 ബോൺസ് അങ്ങ് കിട്ടി. ഇവർക്ക് നല്ല ഡ്രോപ്പ് റേറ്റ് ഉണ്ട്. വേഗം ഡ്രോപ്പ് ആവും ഇവന്മാർ. നമുക്ക് ഓറ എല്ലാം ഓണാക്കാം. 2% ചാർജ് ഉള്ളൂ ഗായ്സ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി വീഡിയോ തരും. പാർട്ട് 2 ഉണ്ടാകുന്നറിയില്ല. ഞാൻ പോയി ചാർജർ നോക്കട്ടെ. ഗായ്സ് അപ്പോൾ ചാർജർ ഇല്ല. അപ്പോൾ ഒരു പാർട്ട് 2 ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ബൈ. എനിക്ക് എത്ര ബോൺസ് ആയി നോക്കട്ടെ. നമുക്ക് ഇങ്ങനെയും കൂടെ നോക്കാം. 16 ബോൺസ് ആയി. അപ്പോൾ ബൈ പാർട്ട് 1 ഇപ്പോൾ ഇടാം.